ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. ചായക്കടകളിലൊക്കെ കിട്ടുന്ന നല്ല മുരിഞ്ഞ പരിപ്പ് വടയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് വടപ്പരിപ്പ് കൊണ്ടാണ്. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് വടയാണ്. വളരെ സ്വാദിഷ്ടമായ ഈ വടയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ഒരു വലിയ കപ്പിന് 2 കപ്പ് നിറയെ കടലപ്പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും 1/2 കിലോ കടലപ്പരിപ്പാണ്. വെള്ളമൊഴിച്ച് ഒരു 4-5 തവണ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളമൊഴിച്ച് മൂടി വെച്ച് 6 മണിക്കൂർ കുതിർത്തെടുക്കാം. ഇപ്പോൾ 6 മണിക്കൂറായി. പരിപ്പ് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു ചെറിയ ജാറിൽ കുറേശ്ശെയായി ഇട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. കടലപ്പരിപ്പ് കുറച്ചരഞ്ഞും കുറച്ച് മുഴുവനായുമുള്ള ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനൊരു വലിയ സവാളയും 20 ചെറിയ ഉള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മാവിലേക്ക് സവാള ചെറുതായി കട്ട് ചെയ്തതും ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യാം. 1 സ്പൂൺ നിറയെ റോസ് ഉപ്പും കൂടി ചേർത്ത് 1 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും മുളക് പൊടിയും കൂടുതൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കുഴച്ചാൽ മാവ് ലൂസായി പോവും. എപ്പോഴും വട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വേണം കുഴച്ചെടുക്കേണ്ടത്. ഈ സമയം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. വടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായി ചൂടാക്കുക. ഈ സമയം കൈവെള്ളം ഇതുപോലെ വെള്ളത്തിൽ മുക്കി നനച്ചെടുക്കുക. ഇനി മാവിൻ്റെ ഒരു സൈഡിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഉരുളയാക്കി ഉള്ളം കൈയിൽ വെച്ച് നന്നായി കട്ടി ഉറച്ച് പരത്തിയെടുത്ത് നന്നായി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ പരത്താതെ ഇതുപോലെ തന്നെ കട്ടി ഉറച്ച് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ വടയായിട്ട് കിട്ടും. അകവും പുറവും നല്ല വെന്ത് വരും. നല്ല ചൂടായ എണ്ണയിൽ വട ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക. ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അകവും പുറവും നന്നായി വെന്ത് കിട്ടും. ഒരു സൈഡ് നന്നായി ഫ്രൈ ആവുമ്പോൾ എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായി ഫ്രൈ ആവുമ്പോൾ ഫ്ലെയിം കൂട്ടുക. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ആയതിന് ശേഷം മാത്രം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മൾ എന്ത് ഫ്രൈ ചെയ്താലും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണ കുടിക്കില്ല. ഇപ്പോൾ ആദ്യം ഇട്ട 3 വടകൾ നന്നായി ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ വടപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന വടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കടലപ്പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് വടയ്ക്കും. അകം നല്ല സോഫ്റ്റും പുറം ക്രിസ്പിയുമായ പെർഫെക്റ്റ് വടയാണ് നമുക്ക് കിട്ടിയത്. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ വടകളെല്ലാം റെഡിയായി കഴിഞ്ഞു. ക്രിസ്പിയും സൂപ്പർ ടേസ്റ്റിയുമായ നമ്മുടെ വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയും പരിപ്പ് വടയും ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. കടലപ്പരിപ്പ് കൊണ്ട് സൂപ്പർ ടേസ്റ്റിയായ ചായക്കടയിലേതുപോലെ മുരിഞ്ഞ വട നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. കുറച്ച് വടകൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സൂപ്പറല്ലേ, കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.